വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗത്തിനെതിരെ കർശന നടപടിയുമായി UAE ആഭ്യന്തര വകുപ്പ്. ലഹരിക്കെതിരെ രാജ്യത്തെ എല്ലാ സ്കൂളുകളിലും ഗൈഡുകൾ വിതരണം ചെയ്യും. കുട്ടികളുടെ അസ്വാഭാവിക പെരുമാറ്റത്തിൽ ജാഗ്രത വേണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. കൗമാരപ്രായക്കാരെ ലഹരി മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഡ്രഗ് കൺട്രോൾ കൗൺസിൽ, നാഷണൽ ഡ്രഗ് പ്രിവെൻഷൻ പ്രോഗ്രാം എന്നിവയുമായി സഹകരിച്ചാണ് ആഭ്യന്തര മന്ത്രാലയം ലഹരിക്കെതിരെയുള്ള മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ഗൈഡുകൾ വിതരണം ചെയ്യുന്നത്. ലഹരിക്കായി വേദന സംഹാരികളടക്കം കുട്ടികൾ ഉപയോഗിക്കുന്നു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റിന്റെ ഇടപെടൽ. കുട്ടികളുടെ പെരുമാറ്റത്തിൽ പൊടുന്നനെ കാണുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഗൈഡ് മുന്നറിയിപ്പ് നൽകുന്നു. മാനസികാവസ്ഥയിൽ ഇടയ്ക്കിടെയുള്ള മാറ്റം, അസാധാരണവും ആക്രമണോത്സുകവുമായ പെരുമാറ്റം, ശ്രദ്ധക്കുറവ്, ഓർമ്മ നഷ്ടം, കുറഞ്ഞ രക്തസമ്മർദ്ദം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയവ കണ്ടെത്തിയാൽ അതീവ ജാഗ്രത വേണം. വേദന സംഹാരികൾ വിഷാദമില്ലാതാക്കാനും ഓർമ്മശക്തിക്കും ശാരീരിക ഊർജ്ജത്തിനും കാരണമാകുമെന്ന മിഥ്യ നിലനിൽക്കുന്നുണ്ടെന്നും ഗൈഡിൽ പറയുന്നു. ലൈറ്റർ ഗ്യാസ്, പെയിന്റ് പൊടി, പശ തുടങ്ങിയ എളുപ്പത്തിൽ ലഭ്യമാവുന്ന ഇൻഹേലന്റുകൾ വിദ്യാർത്ഥികൾ ലഹരിക്കായി ഉപയോഗിക്കുന്നുണ്ട്. മസ്തിഷ്കം, കരളടക്കമുള്ള അവയവങ്ങളുടെ പ്രവർത്തനത്തെ ഗുരുതരമായി ഇവയുടെ ഉപയോഗം ബാധിക്കും. വിട്ടുമാറാത്ത തലവേദനയ്ക്കും ശ്വാസതടസ്സത്തിനും കാരണമാകുമെന്നും ഗൈഡ് മുന്നറിയിപ്പ് നൽകുന്നു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിനാണ് ലഹരി വിരുദ്ധ ഗൈഡുകൾ സ്കൂളുകളിൽ വിതരണം ചെയ്യേണ്ട ചുമതല. രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണവും മന്ത്രാലയം സംഘടിപ്പിക്കും. മീഡിയ 1 അബുദാബി. സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമായ അബ്ഷർ വഴി നടന്ന ഇടപാടുകൾ 2.5 കോടി കടന്നു. കഴിഞ്ഞ മാസത്തെ മാത്രം കണക്കാണിത്. അബ്ഷർ പ്ലാറ്റ്ഫോമിലെ സേവനങ്ങൾ വികസിപ്പിച്ചതിന്റെ പ്രതിഫലനം കൂടിയാണ് ഈ നേട്ടം. കഴിഞ്ഞ മാസം മൊത്തം 2,63,00,000-ലധികം ഇലക്ട്രോണിക് ഇടപാടുകളാണ് അബ്ഷർ വഴി നടന്നത്. ജനുവരിയിലെ മാത്രം കണക്കാണിത്. ഇതിൽ 2 കോടിയിലധികം ഇടപാടുകൾ നടന്നത് അബ്ഷർ ഇൻഡിവിജ്വൽ വഴിയാണ്. 1 കോടിയിലധികം ഡോക്യുമെന്റ് പരിശോധന ഇടപാടുകൾ ഡിജിറ്റൽ വാലറ്റിലൂടെ നടന്നു. അബ്ഷർ ബിസിനസ് പ്ലാറ്റ്ഫോം കൈകാര്യം ചെയ്തത് 29 ലക്ഷത്തിലധികം ഇടപാടുകളാണ്. സർക്കാർ സേവനമായ പബ്ലിക് സെക്യൂരിറ്റി ഇടപാടുകൾ 33 ലക്ഷം കവിഞ്ഞു. പാസ്പോർട്ട് വിഭാഗത്തിൽ 26 ലക്ഷവും സിവിൽ സ്റ്റാറ്റസ് വിഭാഗത്തിൽ 4 ലക്ഷത്തിലധികവും ഇടപാടുകളായി. ആഭ്യന്തര മന്ത്രാലയം അബ്ഷർ വഴി 2.8 കോടിയിലധികം യൂണിഫൈഡ് ഡിജിറ്റൽ ഐഡന്റിറ്റികളും അനുവദിച്ചിരുന്നു. അബ്ഷർ പ്ലാറ്റ്ഫോമിന്റെ സേവനങ്ങൾ വികസിപ്പിച്ചതിന്റെ പ്രതിഫലനം കൂടിയാണ് ഇടപാടുകളുടെ വർധന. മിഷാൽ ചെർപ്പളശ്ശേരി, മീഡിയ 1, റിയാദ്. വാഹന വ്യവസായത്തിന് സൗദിയിൽ കൂടുതൽ അവസരങ്ങൾ ഒരുക്കുമെന്ന് വ്യവസായ ധാതു വിഭവ മന്ത്രാലയം. രാജ്യത്തെ ഓട്ടോമൊബൈൽ വ്യവസായശാലകളുടെ എണ്ണം 300ആയി ഉയർത്തും. നിർമ്മാണത്തിന് ആവശ്യമായ ധാതുക്കളുടെയും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെയും രാജ്യത്തെ ശേഖരണങ്ങൾ നിർമ്മാണ കേന്ദ്രങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. സീർ, ലൂസിഡ്, ഹുണ്ടായി എന്നിവയുൾപ്പെടെ സൗദി അറേബ്യയിലെ ഓട്ടോമൊബൈൽ ഫാക്ടറികളുടെ എണ്ണം 300ആയി ഉയർത്തുമെന്ന് വ്യവസായ ധാതുവിഭവ ഉപമന്ത്രി ഖലീൽ ബിൻ സലാമ പറഞ്ഞു. സൗദി അറേബ്യ ആഗോളതലത്തിൽ കയറ്റുമതി ചെയ്യുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, സ്റ്റീൽ, അലൂമിനിയം ധാതുക്കൾ ഉപയോഗിച്ചുള്ള ബോഡികൾ എന്നിവ വാഹന നിർമ്മാണത്തിനും ഓട്ടോമോട്ടീവ് മേഖലയെ പിന്തുണയ്ക്കുന്നതിനും സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കിങ് അബ്ദുള്ള എക്കണോമിക് സിറ്റിയിൽ സീർ, ലൂസിഡ്, ഹുണ്ടായി ഫാക്ടറികൾ സ്ഥാപിച്ചതോടെ ഗണ്യമായ പുരോഗതിയാണ് ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. പ്രാദേശികമായി ഫാക്ടറികൾ സ്ഥാപിക്കുന്നതിന് നിരവധി കമ്പനികളിൽ നിന്ന് താൽപ്പര്യം പ്രകടിപ്പിച്ചു വരുന്നതായും മന്ത്രി പറഞ്ഞു. രാജ്യത്തെ വാഹന വിതരണ ഏജൻസികൾ ദേശീയ ഫാക്ടറികളെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുകയെന്നും മന്ത്രി വിശദീകരിച്ചു. നൌഷാദ് റിക്കോർ, മീഡിയ 1, ദമ്മാം. സൗദിയിൽ വാണിജ്യ സ്ഥാപനങ്ങളുടെ ബില്ലുകൾ സക്കാത്ത് ആൻഡ് ടാക്സ് അതോറിറ്റിയുടെ ബില്ലിംഗ് സംവിധാനവുമായി ബന്ധിപ്പിക്കുന്ന പ്രക്രിയ പൂർത്തീകരണത്തിലേക്ക്. പദ്ധതിയുടെ 21ാം ഘട്ടം അതോറിറ്റി പ്രഖ്യാപിച്ചു. 2022-23 വർഷത്തിൽ 2 ദശലക്ഷം റിയാൽ നികുതി വരുമാനം രേഖപ്പെടുത്തിയ സ്ഥാപനങ്ങൾക്കാണ് ഈ ഘട്ടത്തിൽ നിബന്ധന ബാധകമാകുക. 16 ഘട്ടങ്ങൾ ഇതിനകം പൂർത്തീകരിച്ചു കഴിഞ്ഞു. സ്ഥാപനങ്ങൾ, കമ്പനികൾ എന്നിവ ഇലക്ട്രോണിക് വാണിജ്യ ഇൻവോയ്സുകൾ ടാക്സ് അതോറിറ്റിയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന നടപടികൾ അന്തിമ ഘട്ടത്തിലേക്ക്. പദ്ധതിയുടെ 21ാം ഘട്ടവും സൗദി ടാക്സ് അതോറിറ്റി പ്രഖ്യാപിച്ചു. നടപടി പ്രാബല്യത്തിൽ വരുന്നതിന് 6 മാസം മുമ്പ് തന്നെ സ്ഥാപനങ്ങളെ അറിയിക്കണമെന്ന അതോറിറ്റി ചട്ടങ്ങളുടെ ഭാഗമാണ് പ്രഖ്യാപനം. 2025 നവംബർ 30 മുമ്പ് ഈ വിഭാഗത്തിലെ സ്ഥാപനങ്ങൾ പദ്ധതി പൂർത്തിയാക്കണമെന്ന് അതോറിറ്റി വ്യക്തമാക്കി. 2022 മുതൽ 24 വരെയുള്ള കാലഘട്ടത്തിൽ വർഷത്തിൽ 2 മില്യൺ റിയാൽ വാറ്റ് വരുമാനം രേഖപ്പെടുത്തിയ സ്ഥാപനങ്ങൾക്കാണ് ഈ ഘട്ടത്തിൽ നിബന്ധന ബാധകമാകുക. പട്ടികയിൽ ഉൾപ്പെടുന്ന സ്ഥാപനങ്ങൾക്ക് പദ്ധതി നടപ്പിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള സാവകാശമാണ് ഇനിയുള്ള 9 മാസക്കാലം. 2021 ഡിസംബർ 4 തുടക്കം കുറിച്ച പദ്ധതിയുടെ 16 ഘട്ടങ്ങൾ ഇതുവരെയായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളവ പുരോഗമിച്ചു വരികയാണിപ്പോൾ. നൌഷാദ് റിക്കോർ, മീഡിയ 1, ദമ്മാം.
ഒമാനിൽ പുതിയ ചില്ലറ മത്സ്യ സ്റ്റോറുകൾക്ക് ലൈസൻസ് നൽകുന്നത് ഫിഷറീസ് മന്ത്രാലയം താൽക്കാലികമായി നിർത്തി. മത്സ്യം, സമുദ്രവിഭവങ്ങൾ, അനുബന്ധ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ചില്ലറ വിൽപ്പനയ്ക്കുള്ള ലൈസൻസ് നൽകുന്നതിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചു. ഇത് സംബന്ധിച്ച പ്രമേയം മന്ത്രാലയം പുറപ്പെടുവിച്ചു. അമേരിക്കൻ മാധ്യമം വാൾ സ്ട്രീറ്റ് ജേർണൽ നടത്തിയ ആരോപണം അടിസ്ഥാനരഹിതവും നിരുത്തരവാദപരവുമാണെന്ന് ഖത്തർ. റിയാദ് ഉച്ചകോടിയിൽ പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് പങ്കെടുത്തതിനെ ഖത്തർ എതിർത്തെന്നാണ് ആക്ഷേപം. എന്നാൽ പലസ്തീൻ അതോറിറ്റിക്ക് കൂടുതൽ സഹായം നൽകുന്ന രാജ്യങ്ങളിലൊന്നാണ് ഖത്തറെന്നും വസ്തുതകൾക്ക് നിരക്കാത്തതാണ് ആരോപണമെന്നും ഖത്തർ ഇന്റർനാഷണൽ മീഡിയ ഓഫീസ് അറിയിച്ചു. ഗസയിൽ നിന്ന് പലസ്തീനികളെ മുഴുവൻ പുറം തള്ളണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിലാണ് റിയാദ് സമ്മിറ്റ് നടന്നത്. അനധികൃത സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിൽക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി ഒമാൻ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. ലൈസൻസ് ഇല്ലാതെ നടത്തുന്ന ഇത്തരം കോസ്മെറ്റിക് സേവനങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. സുരക്ഷയും ഗുണനിലവാരവും ഉറപ്പാക്കാൻ ലൈസൻസ് ഉള്ളതും അംഗീകൃതവുമായ സൗകര്യങ്ങളിൽ മാത്രമേ അത്തരം സേവനങ്ങൾ നൽകാവൂ. ലൈസൻസ് ഇല്ലാത്ത ഏതെങ്കിലും കോസ്മെറ്റിക് സേവനദാതാക്കളെ സംബന്ധിച്ച വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്നും അതോറിറ്റി ആവശ്യപ്പെട്ടു. ഈജിപ്തിൽ നിർമ്മിക്കുന്ന മരഗാട്ടയുടെ ഉൽപ്പന്നമായ ചിക്കൻ സ്റ്റോക്ക് ഉപയോഗിക്കരുത് എന്ന മുന്നറിയിപ്പുമായി പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ്സ് ആൻഡ് ന്യൂട്രീഷൻ കുവൈത്ത്. ആരോഗ്യത്തിന് ഹാനികരം ആയേക്കാവുന്ന നിരോധിത കൃത്രിമ നിറങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. ഈ ഉൽപ്പന്നം കുവൈത്തിൽ ലഭ്യമല്ല. എന്നാൽ ഉപഭോക്താക്കളോട് അതിന്റെ ഉപയോഗം ഒഴിവാക്കാനും കണ്ടെത്തിയാൽ ഉടൻ തന്നെ നശിപ്പിക്കാനും അധികൃതർ പറഞ്ഞു. വാഹന മോഷണ സംഘം കുവൈത്തിൽ പിടിയിൽ. പ്രതികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രൊഫഷണൽ ഉപകരണങ്ങൾ ഉപയോഗിച്ച് സംഘം വാഹനങ്ങൾ മോഷ്ടിച്ചിരുന്നതായി പോലീസ് അറിയിച്ചു. മലയാളിയുടെ ടൊയോട്ട കോസ്റ്റർ ഉൾപ്പെടെ നിരവധി മോഷണ വാഹനങ്ങൾ പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്തു. ആന്തലസ് പ്രദേശത്ത് ഡിറ്റക്റ്റീവുകൾ നടത്തിയ അന്വേഷണത്തിലാണ് 2 പ്രതികളെ തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്തതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഖത്തറിൽ പ്രാദേശികമായി ഉൽപ്പാദിപ്പിച്ച പഴങ്ങളും പച്ചക്കറികളുമായി മഹാസീൽ മേള തുടങ്ങുന്നു. കതാറ കൾച്ചറൽ വില്ലേജിലാണ് മേള നടക്കുന്നത്. റമദാനിലുടനീളം മികച്ച പച്ചക്കറികളും പഴങ്ങളും തേനുമെല്ലാം ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കിക്കൊണ്ടാണ് ഖത്താറ കൾച്ചറൽ വില്ലേജ് കാർഷികോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഖത്തറിന്റെ പ്രാദേശിക കാർഷിക വിപണിക്ക് പിന്തുണ നൽകുന്നതിനൊപ്പം രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുകയും ഉപഭോക്താക്കൾക്ക് മികച്ച ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുകയും ഇതുവഴി ലക്ഷ്യമിടുന്നു. മഹാസിൽ മേള റമദാനും കഴിഞ്ഞ് ചെറിയ പെരുന്നാളിന്റെ 4ാം ദിനം വരെ തുടരും. 33 പ്രാദേശിക തോട്ടങ്ങൾ, ചെടികളും പൂക്കളുമായി നഴ്സറികൾ എന്നിവയെല്ലാം മേളയുടെ ഭാഗമാണ്. ആവശ്യക്കാർക്ക് പ്രാദേശിക ഫാമുകളിൽ നിന്നും നേരിട്ട് തന്നെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ അവസരമൊരുക്കുന്നതാണ് മഹാസിൽ മേളയെന്ന് ഫെസ്റ്റിവൽ ഹെഡ് സൽമാൻ മുഹമ്മദ് അൽ നുഐമി പറഞ്ഞു. മീഡിയ 1 ദോഹ. ഖത്തർ ഇന്ത്യൻ എംബസി അപെക്സ് ബോഡി ഭാരവാഹി തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഒഴിവുള്ള പോസ്റ്റുകളിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്ത ഇന്ത്യൻ എംബസി പ്രസിഡന്റിനെയും മറ്റ് അംഗങ്ങളെയും ജനുവരി 31 നടന്ന വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുത്തിരുന്നു. ഇന്ത്യൻ കൾച്ചറൽ സെന്റർ, ഇന്ത്യൻ സ്പോർട്സ് സെന്റർ, ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറം എന്നിവയിലേക്ക് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഉപദേശക സമിതി എന്നീ പദവിയിലേക്കാണ് ഇന്ത്യൻ എംബസി അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്തത്. 3 സംഘടനകളിലുമായി 14 മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളാണുള്ളത്. ICC മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് അനു ശർമ്മ, ബിശ്വജിത് ബാനർജി, രാകേഷ് വാഗ്, വെങ്കപ്പ ഭഗവതുലെ എന്നിവരെ നിർദ്ദേശിച്ചു. ഉപദേശക സമിതി ചെയർമാനായി മുൻ പ്രസിഡന്റ് PN ബാബുരാജിനെയും നിയമിച്ചു. ഗ്രാൻഡ് മാൾ ഹൈപ്പർ മാർക്കറ്റ് റീജിയണൽ ഡയറക്ടർ അഷ്റഫ് ചിറക്കൽ, VS മന്നങ്കി, മോണിക്ക മോഡി, സദിഖ് ബച്ച എന്നിവർ ഉപദേശക സമിതി അംഗങ്ങളാണ്. ICBF മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് ഖത്തറിലെ നഴ്സിംഗ് സംഘടനയായ യുണീക് ഭാരവാഹി മിനി സിബി, മണി ഭാരതി, ഇർഫാൻ അൻസാരി, ശങ്കർ ഗൌഡ്, അമർവീർ സിംഗ് എന്നിവരെ തെരഞ്ഞെടുത്തു. KS പ്രസാദാണ് ICBF ഉപദേശക സമിതി ചെയർമാൻ. സെറീന അഹദ്, നീലാംബരി സവർദേക്കർ, സതീഷ് വളപ്പിൽ, ജാവേദ് അഹമ്മദ് എന്നിവരെ ഉപദേശക സമിതി അംഗങ്ങളായും നോമിനേറ്റ് ചെയ്തു. ഇന്ത്യൻ സ്പോർട്സ് സെന്റർ മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് ഹംസ പി കുനിയിൽ, ചന്ദ്രശേഖർ, സിതേന്ദു പാൽ, നിവേദിത മെഹ്ത, സുബ്രഹ്മണ്യ സോമരാജു എന്നിവരെ നിയമിച്ചു. ISC ഉപദേശക സമിതി ചെയർമാനായി KMCC ഖത്തർ പ്രസിഡന്റ് ഡോക്ടർ അബ്ദുസമദിനെ നിയമിച്ചു. മിബു ജോസ്, ദേബോജിത് ശർമ്മ, സുബ്രഹ്മണ്യ ഹബഗലു എന്നിവരാണ് അംഗങ്ങൾ. പുതിയ ഭരണസമിതി ഉടൻ അധികാരമേൽക്കും. മീഡിയ 1 ദോഹ. പിതാക്കന്മാരെ ആദരിക്കാനായി ദുബായ് പ്രഖ്യാപിച്ച ഫാദേഴ്സ് എൻഡോമെന്റ് ക്യാമ്പയിനിലേക്ക് 70 ലക്ഷം ദിർഹം സംഭാവന ചെയ്ത എമിറാത്തി വ്യവസായി. ജിൻകോ ഗ്രൂപ്പ് ഉടമ ഗിയാസ് മുഹമ്മദ് ഗ്യാസിന്റേതാണ് സംഭാവന. മനുഷ്യസ്നേഹികൾക്ക് അവരുടെ സാമൂഹിക പ്രതിബദ്ധത യാഥാർത്ഥ്യമാക്കാൻ അവസരം നൽകുന്നതാണ് ഫാദേഴ്സ് എൻഡോമെന്റ് എന്ന്
മുഹമ്മദ് ഗിയാസ് പ്രതികരിച്ചു. ദരിദ്രർക്കും ആവശ്യക്കാർക്കും ചികിത്സയും ആരോഗ്യ സംരക്ഷണവും ഉറപ്പുവരുത്തുകയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ഒമാനിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ഔദ്യോഗിക സംഘടനയായ ഇന്ത്യൻ സോഷ്യൽ ക്ലബിന്റെ മാനേജ്മെന്റ് കമ്മിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിച്ചു. 5 മലയാളികൾക്ക് പുറമെ 12 പേർ തെരഞ്ഞെടുക്കപ്പെട്ടു. ബാബു രാജേന്ദ്രൻ, മറിയം ചെറിയാൻ, KM ഷക്കീൽ, PB വിനോദ് നായർ, സന്തോഷ് കുമാർ എന്നിവരാണ് മലയാളികൾ. തെരഞ്ഞെടുക്കപ്പെട്ടവർ യോഗം ചേർന്ന് വരും ദിവസങ്ങളിൽ ഭാരവാഹികളെ പ്രഖ്യാപിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ നോമ്പുതുറ സംഗമം മക്കയിലെ ഹറമിലാണ്. റമദാൻ അവസാനമാകുമ്പോഴേക്ക് ഒരു ദിവസം തന്നെ 15 ലക്ഷത്തിലേറെ പേർ പ്രതിദിനം ഇവിടെ എത്തും. റമദാന്റെ രാവുകളിലെ പ്രാർത്ഥനകളിൽ ലക്ഷങ്ങളാണ് ഒഴുകിയെത്തുന്നത്. റമദാന്റെ ആദ്യ 2 രാവുകളിലും ഹറം നിറഞ്ഞിരുന്നു. വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ. അത് പാരായണം ചെയ്തും ഒരു മാസക്കാലം നോമ്പനുഷ്ഠിച്ചും വിശ്വാസികൾ ദൈവത്തിലേക്ക് അണയുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ നോമ്പ് തുറയും മക്കയിലാണ്. കണക്കുകൾ പ്രകാരം പ്രതിദിനം 8 ലക്ഷം മുതൽ 15 ലക്ഷം വരെ വിശ്വാസികൾ ഇവിടെ എത്തുന്നുണ്ട്. ഹറമിൽ ഹജ്ജിനേക്കാൾ തിരക്കേറുന്ന സമയമാണ് റമദാൻ. ഓരോ നന്മകൾക്കും വിശ്വാസികൾ ദൈവത്തിന്റെ സന്തോഷം അധികമായി ഏറ്റുവാങ്ങുന്നുണ്ട് ഹറമിൽ. ഈ വിശ്വാസികളെ ഒരുമിച്ച് കാണാനും ലോകത്തുള്ള എല്ലാവരെയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാനും ഒരേ സുപ്രയിൽ നിന്ന് ഭക്ഷണം കഴിക്കുവാനൊക്കെ കഴിയുന്ന ഒരു മഹാഭാഗ്യം കൂടി ഈ റമദാൻ നമുക്ക് ഈ ഹറമിൽ നൽകുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. മദീനയിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മക്കയിലെ ഹറം ഭൂപരിധിക്കകത്ത് മസ്ജിദുൽ ഹറാം കൂടാതെ നിരവധി പള്ളികളുണ്ട്. ഹറം പരിധിയിലെ ഏത് പള്ളിയിലും ഹറമിന്റെ അതേ പുണ്യം ലഭിക്കുമെന്നാണ് ഇസ്ലാമിക പാഠം. തിരക്കൊഴിവാക്കാൻ ഈ പള്ളികളെല്ലാം ഉപയോഗപ്പെടുത്താമെന്നും ഇസ്ലാമിക കാര്യ മന്ത്രാലയം അറിയിച്ചു. മക്കയിൽ നിന്നും സാബിത് സലീമിനൊപ്പം അഫ്തബ് റഹ്മാൻ, മീഡിയ 1. സൗദിയിലെ പൗരന്മാർ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പെരുന്നാൾ അവധി റമദാൻ 20 മുതൽ ആരംഭിക്കും. ഷവ്വാൽ 8 വരെയായിരിക്കും അവധി ലഭിക്കുക. ദുൽഹജ്ജ് 3-നായിരിക്കും ബലിപെരുന്നാൾ അവധി ആരംഭിക്കുക. മാർച്ച് 20 വ്യാഴാഴ്ച മുതൽ സൗദികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രാലയങ്ങൾക്ക് പെരുന്നാൾ അവധി ആരംഭിക്കും. റമദാൻ 20 മുതൽ ആരംഭിക്കുന്ന ഈ അവധി ഷവ്വാൽ 8 ഞായർ വരെ തുടരും. വിദ്യാഭ്യാസ കലണ്ടർ പ്രകാരം ഇന്നു മുതൽ 3-ാം സെമസ്റ്ററിനും തുടക്കമായി. ദുൽഖഅദ 6, 7 തീയതികളിലും അവധി ലഭിക്കും. ഞായർ, തിങ്കൾ എന്നീ ദിവസങ്ങളാണിത്. ദുൽഹജ്ജ് 3-ന് വെള്ളിയാഴ്ചയായിരിക്കും ബലിപെരുന്നാൾ അവധി ആരംഭിക്കുക. ദുൽഹജ്ജ് 19-നായിരിക്കും അവധി പൂർത്തിയാക്കി സ്കൂളുകൾ തുറക്കുക. ജൂൺ 26-ന് വേനലവധിക്ക് തുടക്കമാകും. വേനലവധി പൂർത്തിയായാൽ റബീഉൽ അവൽ 1-ന് പുതിയ അധ്യയന വർഷത്തിനും തുടക്കമാകും. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. റമദാനിൽ തിരക്ക് വർദ്ധിച്ചതോടെ മക്കയിൽ ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തി. ഹറം പരിധിക്ക് പുറത്ത് വാഹനങ്ങൾക്കായി പ്രത്യേക പാർക്കിങ്ങുകളും കൂടുതൽ സജ്ജീകരിച്ചു. ഇവിടെ നിന്ന് ബസ്സുകളിൽ കയറി ഹറമിലേക്ക് എത്താം. ഇഹ്റാമിലെത്തുന്ന സ്വന്തം വാഹനത്തിൽ ഹറമിലേക്ക് വിടില്ല. 15 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ഓരോ ദിനവും നമസ്കാരങ്ങൾക്കും പ്രാർത്ഥനയിലും പങ്കെടുക്കാൻ മക്കയിലെ ഹറമിലെത്തുന്നത്. വിദേശ തീർത്ഥാടകരുടെയും ആഭ്യന്തര തീർത്ഥാടകരുടെയും വലിയ തിരക്ക് കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചു. തിരക്കൊഴിവാക്കുന്നതിന്റെ ഭാഗമായി കടുത്ത ട്രാഫിക് നിയന്ത്രണങ്ങൾ മക്കയിൽ വന്നു. ജിദ്ദയിൽ നിന്ന് പോകുന്നവർക്ക് സായിദി പാർക്കിംഗ്, തോയിഫ് ഭാഗത്തു നിന്ന് വരുന്നവർക്ക് ഷറായ പാർക്കിംഗ് തുടങ്ങി വിവിധ മക്ക ബോർഡറുകളിൽ നിന്നാണ് ബസ്സുകൾ ഒരുക്കിയിട്ടുള്ളത്. കാറുകൾ പാർക്ക് ചെയ്യാൻ ആവശ്യമായ വിശാലമായ പാർക്കിംഗ് ആണ് ഇവിടുത്തെ പ്രത്യേകത. ഹറമിന് പരിസരത്ത് നിന്ന് മസ്കൂത്ത, ജമറാത്ത്, മുസ്ദലിഫ, കുദായി തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഹറമിലേക്ക് റമദാന്റെ ഭാഗമായി പ്രത്യേക ബസ്സുകൾ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ മക്ക ബസ്സും സർവീസ് നടത്തുന്നുണ്ട്. തറാവീഹ് നമസ്കാര സമയങ്ങളിൽ ഹറമിലേക്കുള്ള പ്രധാന വഴികളെല്ലാം അടച്ചിടും. വിവിധ സ്ഥലങ്ങളിൽ നിന്നൊരുക്കിയ ബസ്സുകൾ ആശ്രയിക്കുന്നതാണ് എളുപ്പത്തിൽ ഹറമിലെത്തി തിരിച്ചു വരാനുള്ള മാർഗം. മീഡിയ 1, മക്ക. മക്കയിൽ ഉംറ തീർത്ഥാടകർക്ക് മുടി കളയുന്നതിനായി മൊബൈൽ സലൂണുകൾ സ്ഥാപിച്ചു. ഹറംകാരി വിഭാഗത്തിന് കീഴിലാണ് പുതിയ സംരംഭം. റമദാനിൽ തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ കർമ്മങ്ങൾ സുഗമമാക്കുന്നതിനാണ് നടപടി. ഉംറയ്ക്കെത്തുന്ന തീർത്ഥാടകർ കർമ്മങ്ങൾക്ക് ശേഷം മുടി മുറിക്കണം. ഇത് ഉംറയുടെ ഭാഗമാണ്. നേരത്തെ മുടി മുറിക്കാൻ സലൂണുകൾ തേടി പോകേണ്ട അവസ്ഥയായിരുന്നു. ഇതിന് പരിഹാരമായാണിപ്പോൾ ഹറംകാര്യ വിഭാഗം ഒരുക്കിയ മൊബൈൽ സലൂണുകൾ.
ഉംറ നിർവഹിച്ച് പുറത്തിറങ്ങുന്ന മർവയുടെ എതിർവശത്ത് തന്നെയാണ് 5 മൊബൈൽ സലൂണുകൾ ഒരുക്കിയിട്ടുള്ളത്. ഉപകരണങ്ങൾ അണുവിമുക്തമാക്കാനുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങളോടെയാണ് ഇവ ഒരുക്കിയിട്ടുള്ളത്. വേഗത്തിലും സുഗമമായും മുടിമുറിക്കൽ ചടങ്ങ് പൂർത്തിയാക്കാം എന്നതാണ് പ്രത്യേകത. ഹറമിലെത്തുന്ന തീർത്ഥാടകരുടെ അനുഭവം മികച്ചതാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടികൾ. സാബിത് സലീം, മീഡിയ 1, മക്ക. റമദാൻ മാസമായതോടെ വിപണിയിലെ വിലക്കയറ്റം തടയാൻ കർശന പരിശോധനകൾ ആരംഭിച്ച് ഒമാൻ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. ന്യായമായ വിലയ്ക്ക് അവശ്യ വസ്തുക്കളുടെ ലഭ്യത നിലനിർത്തുന്നതിനും വിതരണക്കാർ നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുമാണ് പരിശോധന. പൊതുജനങ്ങളോട് നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യാനും CPA അഭ്യർത്ഥിച്ചു. റമദാൻ ആസന്നമായതോടെ വിലക്കയറ്റം തടയാൻ പരിശോധനകളുമായി ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. വിലസ്ഥിരത, ന്യായമായ വ്യാപാര രീതികൾ, ഉപഭോക്തൃ അവകാശ സംരക്ഷണം എന്നിവ ഉറപ്പാക്കുന്നതിനാണ് പരിശോധന. അന്യായമായ വിലവർധനവിലൂടെ റമദാൻ ആവശ്യകതയെ ചൂഷണം ചെയ്യാനുള്ള ഏതൊരു ശ്രമത്തോടും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് അധികൃതർ പറയുന്നു. വിപണി നിയന്ത്രണം ശക്തിപ്പെടുത്താനായി പലചരക്ക് കടകൾ, റെസ്റ്റോറൻറ്റുകൾ, ബേക്കറികൾ, മാംസം, പച്ചക്കറി വിപണികൾ എന്നിവിടങ്ങളിൽ ദൈനംദിന പരിശോധനകൾക്കായി അതോറിറ്റി പ്രത്യേക ഫീൽഡ് ടീമുകളെ വിന്യസിച്ചിട്ടുണ്ട്. വ്യാപാരികൾ വ്യക്തമായ വിലപ്പട്ടിക പ്രദർശിപ്പിക്കണമെന്നും കൃത്യമായ ഇൻവോയ്സുകൾ നൽകണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിയമലംഘനങ്ങൾക്ക് കർശനമായ പിഴകൾ ഏർപ്പെടുത്തുമെന്നും മുന്നറിയിപ്പുണ്ട്. അതേസമയം അതോറിറ്റി സ്മാർട്ട് ഷോപ്പിംഗ് ശീലങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അമിതമായി വാങ്ങുന്നത് ഒഴിവാക്കാനും ഉൽപ്പന്ന ലേബലുകൾ ശ്രദ്ധാപൂർവം വായിക്കാനും അതോറിറ്റിയുടെ ഹോട്ട്ലൈനിലൂടെ ഇലക്ട്രോണിക് ആപ്ലിക്കേഷനിലൂടെയും വിലനിർണ്ണയമോ ഗുണനിലവാര ലംഘനമോ റിപ്പോർട്ട് ചെയ്യാനും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മീഡിയ 1, മസ്കത്ത്. മക്ക മദീന ഹറമിൽ ഇഅ്തികാഫിനുള്ള രജിസ്ട്രേഷൻ മാർച്ച് 5-ന് ആരംഭിക്കും. റമദാൻ 20 മുതൽ 30 വരെ ഇഅ്തികാഫ് നിർവഹിക്കാനാണ് രജിസ്ട്രേഷൻ വഴി അനുമതി നൽകുക. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഹറമിൽ ഇതിനായി പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കും. മാർച്ച് 5 ബുധനാഴ്ച രാവിലെ 11 മണി മുതലാണ് ഹറം കാര്യവകുപ്പിന്റെ alharamain.gov.sa എന്ന വെബ്സൈറ്റ് വഴി ഇഅ്തികാഫിനുള്ള രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത്. നിശ്ചിത എണ്ണം പൂർത്തിയാകുന്നതുവരെ മാത്രമാകും രജിസ്ട്രേഷൻ. റമദാനിലെ കർമ്മങ്ങൾക്ക് ഏറ്റവും പുണ്യം ലഭിക്കുന്ന ദിനങ്ങളാണ് അവസാനത്തെ 10 ദിനരാത്രങ്ങൾ. ഈ ദിവസങ്ങളിൽ മക്കയിലെ മസ്ജിദുൽ ഹറമിലും പ്രവാചക പള്ളിയിലും ഇഅ്തികാഫ് നിർവഹിക്കാൻ വിശ്വാസികൾ ശ്രമിക്കാറുണ്ട്. പള്ളിയിൽ മുഴുസമയം പ്രാർത്ഥനകളോടെ ചിലവഴിക്കുന്നതാണ് ഇതിന്റെ രീതി. 18 വയസ്സ് പൂർത്തിയായ വിശ്വാസികൾക്കാണ് അനുമതി. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം സൗകര്യങ്ങളുണ്ട്. റമദാൻ 20 മുതൽ ഇരുഹറമുകളിലും ഇഅ്തികാഫ് ആരംഭിക്കും. വിദേശികളാണെങ്കിൽ കാലാവധിയുള്ള ഇഖാമയുള്ളവരായിരിക്കണം. അനുമതി ലഭിക്കുന്നവർക്ക് നോമ്പുതുറ, അത്താഴം, ലോക്കർ സംവിധാനം ഉൾപ്പെടെ മുഴുവൻ സൗകര്യവും ലഭ്യമാക്കും. നേരത്തെ പെർമിറ്റ് എടുത്തവർക്ക് മാത്രമേ ഇഅ്തികാഫിന് അനുമതി നൽകൂ. സാബിത് സലീം, മീഡിയ 1, മക്ക. വ്രതാനുഷ്ഠാന മാസത്തിൽ തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും മാർഗനിർദ്ദേശങ്ങളുമായി ഒമാൻ തൊഴിൽ മന്ത്രാലയം. തൊഴിൽ അന്തരീക്ഷത്തിലെ സമ്മർദ്ദം കുറയ്ക്കുന്നതിനുൾപ്പെടെ സുരക്ഷിതവും ആരോഗ്യകരവുമായ തൊഴിൽ അന്തരീക്ഷം തൊഴിലുടമകൾ ഉറപ്പാക്കണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. റമദാൻ മാസത്തിൽ തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷയും ആരോഗ്യവും ഉറപ്പാക്കണമെന്ന് തൊഴിൽ മന്ത്രാലയം കമ്പനികളോട് ആവശ്യപ്പെട്ടു. കമ്പനികൾ ജീവനക്കാരുടെ ക്ഷീണം നിരീക്ഷിക്കുകയും അത് കുറക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും വേണം. തൊഴിൽ അന്തരീക്ഷത്തിലെ സമ്മർദ്ദം കുറക്കുന്നതുൾപ്പെടെ റമദാൻ മാസത്തിലെ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ സുരക്ഷിതവും ആരോഗ്യകരവുമായ തൊഴിൽ അന്തരീക്ഷം തൊഴിലുടമകൾ നൽകണം. പുറത്തുള്ള കൂടുതൽ വെയിലേൽക്കുന്ന കഠിനമായ ജോലികളുടെ സമയം കുറക്കണം. അപകട സാധ്യതകളെക്കുറിച്ച്, അവ തടയാനുള്ള വഴികളെക്കുറിച്ചും അവബോധം നൽകണം. മുഖം കഴുകാൻ തണുത്ത വെള്ളം നൽകണം തുടങ്ങിയ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. പ്രാർത്ഥനയ്ക്കും നോമ്പ് തുറക്കുന്നതും ഉൾപ്പെടെ ജോലി സമയം ഷിഫ്റ്റുകൾ അനുസരിച്ച് ക്രമീകരിക്കണം. ജീവനക്കാരോട് ആരോഗ്യ സംരക്ഷണത്തിൽ ജാഗ്രത പാലിക്കാനാണ് മന്ത്രാലയം നിർദ്ദേശിക്കുന്നത്. അത്താഴം വൈകിപ്പിക്കാനും നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാനും ആവശ്യത്തിന് വെള്ളം കുടിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. നോമ്പുതുറ ഭക്ഷണത്തിൽ കഫീനും പഞ്ചസാര പാനീയങ്ങളും ഒഴിവാക്കാനും ഉപയോഗിക്കുന്ന മരുന്നുകൾ സൂപ്പർവൈസറെ അറിയിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. മീഡിയ 1, മസ്കത്ത്. റമദാൻ മാസത്തിൽ തിരക്ക് കുറയ്ക്കുന്നതിനായി കുവൈത്തിലെ പ്രധാന റോഡുകളിൽ ട്രക്കുകൾക്ക് നിയന്ത്രണം. രാവിലെ 8:30 മുതൽ 10:30 വരെയും ഉച്ചയ്ക്ക് 12:30 മുതൽ 3 മണി വരെയും ട്രക്കുകൾ ഓടുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജനറൽ ട്രാഫിക് ഡയറക്ടറേറ്റ് അറിയിച്ചു. തിരക്കേറിയ സമയങ്ങളിൽ സുഗമമായ ഗതാഗതം ഉറപ്പാക്കുക എന്നതാണ് നടപടിയുടെ ലക്ഷ്യം. റമദാനിൽ ട്രക്കുകൾക്ക് നിയന്ത്രണം പ്രഖ്യാപിച്ച് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം. നിരത്തിൽ തിരക്കേറിയ സമയങ്ങളിലാണ് നിയന്ത്രണം പ്രഖ്യാപിച്ചിരിക്കുന്നത്.
റമദാനിൽ റോഡുകളിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിനും യാത്ര എളുപ്പമാക്കുന്നതിനുമാണ് ട്രക്കുകളുടെ നീക്കത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. രാവിലെ 7:30 മുതൽ 10 വരെയും ഉച്ചയ്ക്ക് 12:30 മുതൽ 3 വരെയും വൈകിട്ട് 5 മുതൽ അർദ്ധരാത്രി 12 വരെയുമുള്ള സമയങ്ങളിൽ ട്രക്കുകൾക്ക് നിരത്തിൽ നിരോധനമുണ്ട്. തിരക്കേറിയ സമയങ്ങളിൽ ട്രക്കുകളെ റോഡുകളിൽ നിന്നും മാറ്റി നിർത്തുകയാണ് ലക്ഷ്യം. റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഗതാഗതം സുഗമമാക്കുന്നതിനുമാണ് ഈ നിയന്ത്രണമെന്ന് മന്ത്രാലയം അറിയിച്ചു. രാവിലെ സ്കൂൾ സമയവും ഉച്ചയ്ക്ക് ഓഫീസിൽ നിന്ന് മടങ്ങുന്ന സമയവുമായതിനാൽ റോഡുകളിൽ തിരക്ക് കൂടും. വൈകുന്നേരങ്ങളിൽ ഇഫ്താറിനും പ്രാർത്ഥനയ്ക്കും ജനം പുറത്തിറങ്ങുന്നത് കണക്കിലെടുത്താണ് നിയന്ത്രണം. മീഡിയ 1 ദോഹ. റമദാൻ മാസത്തിൽ വീടുകൾ അലങ്കരിക്കാനുള്ള മത്സരം പ്രഖ്യാപിച്ച് ദുബായ്. ഏറ്റവും നന്നായി അലങ്കരിക്കുന്ന വീടിന് 1 ലക്ഷം ദിർഹമാണ് സമ്മാനം. രണ്ടാം സമ്മാനക്കാർക്ക് 60,000 ദിർഹവും മൂന്നാം സ്ഥാനക്കാർക്ക് 40,000 ദിർഹവും ലഭിക്കും. ആദ്യ 10-ലെത്തുന്ന ബാക്കിയുള്ളവർക്ക് ഉംറ ചെയ്യാനുള്ള അവസരമൊരുക്കും. ദുബായ് ഗവൺമെന്റിന് കീഴിലെ ക്രിയേറ്റീവ് വിഭാഗമായ ബ്രാൻഡ് ദുബായും ഫെർജാൻ ദുബായും ചേർന്നാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. കേരള ഇസ്ലാമിക് ഗ്രൂപ്പ് കുവൈറ്റ് സാൽമിയ ഏരിയ മർഹബൻ യാ റമദാൻ പഠന സംഗമം സംഘടിപ്പിച്ചു. സാൽമിയ സെൻട്രൽ ഹാളിൽ നടന്ന പരിപാടിയിൽ റഷ്ദിൻ അമീർ അധ്യക്ഷത വഹിച്ചു. നിയാസ് ഇസ്ലാഹി മുഖ്യപ്രഭാഷണം നടത്തി. ഖുറാൻ സ്റ്റഡി സെന്റർ പരീക്ഷയിൽ ഏരിയയിൽ നിന്ന് വിജയികൾ ആയവർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. KIG കേന്ദ്ര ജനറൽ സെക്രട്ടറി ഫെറോസ് ഹമീദ്, റഷീദ് മാസ്റ്റർ കൊടുങ്ങല്ലൂർ, മുനവർ മുഹമ്മദ്, ഇസ്മായിൽ എന്നിവർ ആശംസകൾ നേർന്നു. നിസാർ കെ റഷീദ്, ആസിഫ് ഖാലിദ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കൊയിലാണ്ടി കൂട്ടം റിയാദ് ചാപ്റ്ററിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. റാഫി കൊയിലാണ്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം പ്രയോജകർക്കുള്ള ആദരവും ചടങ്ങിൽ കൈമാറി. വിവിധ മേഖലയിലെ പ്രധാനികളെ ഉൾപ്പെടുത്തിയുള്ള ഇഫ്താർ വിരുന്നും ചടങ്ങിന്റെ ഭാഗമായി. റാഷിദ് ദയ, പുഷ്പരാജ് പയ്യോളി, പ്രഷീദ് തൈക്കൂട്ടത്തൽ, നൌഷാദ് സിറ്റി ഫ്ലവർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മലർവാടി ദമ്മം ഘടകം ഫാമിലി ഫോർ എവർ നെസ്റ്റ് എന്ന പേരിൽ കുട്ടികളുടെ സംഗമം സംഘടിപ്പിച്ചു. സുബൈർ പുല്ലാളൂർ കുട്ടികളുമായി സംവദിച്ചു. കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന ഷോർട്ട് ഫിലിം ചടങ്ങിൽ പ്രദർശിപ്പിച്ചു. റമദാൻ ജേണലിന്റെ പ്രകാശനം അമീൻ നസ നൌഫലിന് നൽകി നിർവഹിച്ചു. മലർവാടി സംഘടിപ്പിച്ച മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കബീർ മുഹമ്മദ്, നജ്ല സാദത്ത്, അമീന അമീൻ, നൂജുമ കബീർ എന്നിവർ പങ്കെടുത്തു. സജ്ന ഷക്കീർ, ജസീറ ഐമൻ, ജസീറ ഫൈസൽ, ഫിദ അബ്ദുൽ അസീസ് എന്നിവർ നേതൃത്വം നൽകി. ദമ്മം പീപ്പിൾസ് ബ്ലഡ് ഡൊണേഷൻ ആർമി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. താഹിർ വല്ലപ്പുറം രക്തം നൽകി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ദമ്മം അൽമുന ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. അർബുദ രോഗിയായ സ്വദേശി വനിതയുടെ ചികിത്സാർത്ഥം സംഘടിപ്പിച്ച ക്യാമ്പിൽ നിരവധി പേർ രക്തം നൽകി പങ്കാളികളായി. ഷിനാജ് കരുനാഗപ്പള്ളി, സമദ് തേവലക്കര എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഫോക്കസ് ഇന്റർനാഷണൽ ഖത്തർ റീജിയണൽ 20ാം വാർഷികത്തിന്റെ ഭാഗമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഹമദ് ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ നടന്ന ക്യാമ്പിൽ നിരവധി പേർ രക്തം ദാനം ചെയ്തു. അമേരിക്കൻ ഹോസ്പിറ്റൽ മാനേജർ ഇക്ബാൽ, ഫോക്കസ് ഇന്റർനാഷണൽ ഖത്തർ സോഷ്യൽ വെൽഫെയർ മാനേജർ അമീനുർ റഹ്മാൻ, ഡോക്ടർ റസീൽ മൊയ്തീൻ, ആഷിഖ് ബേപ്പൂർ തുടങ്ങിയവർ ക്യാമ്പ് നിയന്ത്രിച്ചു. റിയാദ് മുൻ KMCC നേതാവ് തൃപ്പങ്ങോട് ആനപ്പടി ഗഫൂർ കൂട്ടായി മരിച്ചു. തവനൂർ നിയോജകമണ്ഡലം മുൻ ട്രഷറർ കൂടിയായിരുന്നു. ശാരീരിക അസ്വസ്ഥതകൾ തുടർന്ന് നാട്ടിലെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരുന്നു. മൃതദേഹം പാലോത്തുപറമ്പ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി. സൗദിയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ മലപ്പുറം സ്വദേശി മരിച്ചു. റിയാദിലെ അൽ മുവാസാത്ത് ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്ന അരുക്കുപറമ്പ് ചക്കാലാംകുന്നൻ വീട്ടിൽ സൈനുൽ ആബിദാണ് മരിച്ചത്. റിയാദിൽ ദമ്മാം ഹൈവേക്ക് സമീപത്ത് നിന്ന് ബംഗ്ലാദേശ് പൗരൻ ഓടിച്ച വാഹനം സൈനുൽ ആബിദിനെ ഇടിക്കുകയായിരുന്നു. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ റിയാദ് മലപ്പുറം ജില്ലാ KMCC വെൽഫെയർ വിങ്ങിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. UAE പൗരത്വം നൽകി ആദരിച്ച മലയാളി ഡോക്ടറും അലൈൻ മെഡിക്കൽ ഡിസ്ട്രിക്ട് ഡയറക്ടറുമായ ഡോക്ടർ ജോർജ് മാത്യുവിന്റെ ഭാര്യ വത്സ മാത്യു അന്തരിച്ചു. 79 വയസ്സായിരുന്നു. 58 വർഷമായി അലൈനിലാണ് ഇവരുടെ താമസം. സോഷ്യൽ സെന്റർ അലൈൻ, ഇന്ത്യൻ ലേഡീസ് അസോസിയേഷൻ എന്നിവയുടെ നേതൃത്വം വഹിച്ചിരുന്നു. അന്ത്യശുശ്രൂഷകൾ നാളെ അലൈൻ സെന്റ് ഡയനീഷ്യസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ നടക്കും. കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കലാ കുവൈത്ത് യൂണിറ്റ് തല ഭാരവാഹികൾക്കായി പ്രവർത്തന യോഗവും പഠന ക്ലാസും സംഘടിപ്പിച്ചു. 2 ദിവസങ്ങളിലായി 4 മേഖലകളിൽ നടന്ന പരിപാടികളിൽ
460-ലധികം ആളുകൾ പങ്കെടുത്തു. പ്രസിഡന്റ് മാത്യു ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. TV ഹിക്മത്ത് സംഘടനാ ക്ലാസ് എടുത്തു. പരിപാടിയുടെ ഭാഗമായി അബ്ബാസിയ, സാൽമിയ, ഫലാഹിൽ, അബു ഹലീഫ മേഖലയിൽ പ്രവർത്തക യോഗങ്ങൾ സംഘടിപ്പിച്ചു. ജീവകാരുണ്യ രംഗത്ത് സജീവമായ സാന്ത്വനം കുവൈത്ത് 24ാം വാർഷിക യോഗം നടത്തി. പരിപാടി ഡോക്ടർ സുസോവന സുജിത്ത് ഉദ്ഘാടനം ചെയ്തു. 24 വർഷത്തെ പ്രവർത്തനത്തിനിടെ 16.61 കോടിയിലേറെ രൂപ ചികിത്സാ, വിദ്യാഭ്യാസ, കുടുംബ ദുരിതാശ്വാസ സഹായങ്ങളായി ലഭ്യമാക്കാൻ കഴിഞ്ഞതായി ഭാരവാഹികൾ പറഞ്ഞു. PN ജ്യോതിദാസിനെ പ്രസിഡന്റായും സന്തോഷ് കുമാറിനെ ജനറൽ സെക്രട്ടറിയായും ജിതിൻ ജോസിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. കൊല്ലം നീണ്ടകരയിൽ ക്യാൻസർ രോഗനിർണയത്തിനുള്ള മൊബൈൽ വാൻ, വയനാട്ടിൽ ഫിസിയോതെറാപ്പി സെന്റർ സ്ഥാപിക്കുക എന്നിവയാണ് പുതിയ പദ്ധതികളെന്ന് ഭാരവാഹികൾ അറിയിച്ചു.